ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വിചിത്ര സഞ്ചാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലബാറിൻ്റെ ഹൃദയമായ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചരിത്രമുറങ്ങുന്ന കപ്പൽ ചാലുകളും മിഠായി തെരുവുകളും നാവിലൂറുന്ന ബിരിയാണിയുമൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് കോഴിക്കോടുകാരുടെ വൈകുന്നേരങ്ങളെ ഇത്രയും മനോഹരമാക്കുന്നതിൽ ഈ കടപ്പുറത്തിന് വലിയൊരു പങ്കുണ്ട്. ദേ ഇവിടെ കടലിലേക്ക് നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കരിങ്കല്ല് പാകിയ വഴി കാണുന്നില്ലേ? ഇതാണ് കോഴിക്കോട് ബീച്ചിലെ പ്രശസ്തമായ പുലിമുട്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് പുലിമുട്ടിന്റെ ഏറ്റവും അവസാനത്തെ അതിരുകളിൽ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരെ, ഈ കാണുന്നില്ലേ കടലിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വലിയ ഇരുമ്പ് പോസ്റ്റ്? ശരിക്കും ഇതൊരു സിഗ്നൽ പോസ്റ്റാണ്. അല്ലെങ്കിൽ കടലിലൂടെ പോകുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും പുലിമുട്ടിന്റെ അതിര് കാണിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ വിളക്കുമാടം എന്ന് വേണമെങ്കിൽ പറയാം. രാത്രികാലങ്ങളിൽ ഇതിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചം നോക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങൾ സുരക്ഷിതമായി തീരത്തേക്ക് അടുപ്പിക്കുന്നത്. ആകാശത്തേക്ക് നോക്കൂ, സൂര്യൻ പതുക്കെ പതുക്കെ കടലിലേക്ക് താഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ അസ്തമയ സൂര്യന്റെ സ്വർണ്ണരശ്മികൾ കടൽ വെള്ളത്തിന് മുകളിലേക്ക് വന്നു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൃശ്യം, അത് വാക്കുകൾക്ക് അതീതമാണ്. കൂട്ടുകാരെ, നമ്മൾ ഈ പുലിമുട്ടിന്റെ അറ്റത്ത് നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ കടലിൽ ചെറിയ ചെറിയ വള്ളങ്ങൾ കിടക്കുന്നത് കാണാം. ശരിക്കും റബ്ബർ പന്തുകൾ പോലെയാണ് തിരമാലകൾക്ക് മുകളിൽ ആ വള്ളങ്ങൾ ആടി ഉലയുന്നത്. ഇവിടെ കല്ലിന് മുകളിൽ ഇരുന്ന് മീൻ പിടിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സാഹസികമാണ് ആ ചെറിയ വള്ളങ്ങളുടെ മീൻപിടുത്തം. ഇവ സാധാരണയായി 1-2 പേർക്ക് മാത്രം കയറാൻ പറ്റിയ ചെറിയ ഫൈബർ വള്ളങ്ങളാണ്. വലിയ ബോട്ടുകളെ പോലെ ഇവർ ആഴക്കടലിലേക്ക് പോകാറില്ല. തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലും ഈ പുലിമുട്ടിന്റെ പരിസരങ്ങളിലുമാണ് ഇവർ മീൻ പിടിക്കുന്നത്. കാരണം പുലിമുട്ടിന്റെ അടിത്തട്ടിലെ കരിങ്കല്ലുകൾക്കിടയിൽ വലിയ മീനുകൾ ഇര തേടി വരാറുണ്ട്. ഇതവർക്ക് കൃത്യമായി അറിയാം. ഇവരുടെ മീൻപിടുത്ത രീതിയും ഒരു പ്രത്യേക കലയാണ്. പ്രധാനമായും 2 രീതികളാണ് അവർ ഉപയോഗിക്കാറുള്ളത്. വള്ളത്തിൽ നിന്നുകൊണ്ട് കടലിലേക്ക് നീളൻ വലകൾ വിടർത്തും. കടലിലെ ഒഴുക്കിനനുസരിച്ച് ഈ വലകൾ കിടക്കും. അതിലേക്ക് നീന്തി വരുന്ന അയല, മത്തി, നത്തോലി തുടങ്ങിയ മീനുകൾ വലക്കണ്ണികളിൽ കുടുങ്ങും. ചില വള്ളങ്ങളിൽ ഉള്ളവർ വലിയ ചൂണ്ടനൂലുകളിൽ ഒരേ സമയം 10-20 കൊളുത്തുകൾ ഇട്ട് കടലിലേക്ക് താഴ്ത്തി വെക്കും. ഒരു കൂട്ടമായി വരുന്ന മീനുകൾ ഒന്നിച്ച് ഈ കൊളുത്തുകളിൽ കുടുങ്ങാറുണ്ട്. കോഴിക്കോട് പുലിമുട്ടിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച അവിടുത്തെ ചൂണ്ടയിടിയിൽ തന്നെയാണ്. വെറും ഒരു വിനോദത്തിനപ്പുറം അതൊരു വലിയ കലയും കഠിനമായ ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യവുമാണ്. നമ്മൾ പുലിമുട്ടിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കാഴ്ച ഇതാണ്. കയ്യിലൊരു ചൂണ്ടയുമായി കടലിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മനുഷ്യർ. ഈ പുലിമുട്ടിലെ ചൂണ്ടയിടിയിൽ എന്ന് പറയുന്നത് വെറും ഒരു ടൈം പാസ് അല്ല, അതൊരു വികാരമാണ്. ദിവസവും വൈകുന്നേരങ്ങളിലും പുലർച്ചെയും ഇവിടെ സ്ഥിരമായി ചൂണ്ടയിടാൻ വരുന്ന ഒരു വലിയ കൂട്ടായ്മ തന്നെയുണ്ട്. ഇവിടെയുള്ളവരുടെ ചൂണ്ടയിടിയിലിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. പ്രധാനമായും 2 തരം ചൂണ്ടക്കാരാണ് ഇവിടെയുള്ളത്. ഒന്ന് നമ്മുടെ നാടൻ രീതിയിൽ കൈനൂലിൽ ഇര കോർത്ത് കല്ലിനടിയിലെ ആഴങ്ങളിലേക്ക് താഴ്ത്തിയിടുന്നവർ. പിന്നുള്ളത് നല്ല ഒന്നാന്തരം മോഡേൺ ഫിഷിംഗ് റീഡുകളും ഫൈബർ സ്പൂളുകളും ഉപയോഗിക്കുന്നവർ. ഈ റീൽ ചൂണ്ട ഉപയോഗിക്കുന്നവർ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അവർ ചൂണ്ടയുടെ അറ്റത്ത് കൃത്രിമ ഇരകളോ അല്ലെങ്കിൽ ജീവനുള്ള ചെമ്മീനുകളോ കോർത്ത് ദൂരെ വെള്ളത്തിലേക്ക് എറിയുന്നു. അതിനുശേഷം പതുക്കെ പതുക്കെ ആ റീൽ തിരിച്ച് നൂൽ വലിച്ചു മുറുക്കും.
വെള്ളത്തിനടിയിലൂടെ ഈ കൃത്രിമീര നീന്തി വരുമ്പോൾ യഥാർത്ഥ മീനാണെന്ന് തെറ്റിദ്ധരിച്ച് വലിയ മീനുകൾ വന്നു കൊത്തും. ഇവിടുത്തെ ചൂണ്ടയിടലിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? അത് ഇതിന്റെ സസ്പെൻസ് ആണ്. ചൂണ്ടയിട്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു ചെറിയ മീൻ പോലും കൊത്താതെ ഇരിക്കേണ്ടി വരും. കാറ്റും കൊണ്ട് ഉപ്പുവെള്ളവുമേറ്റ് ആ കരിങ്കല്ലിന്മേൽ അങ്ങനെ ഇരിക്കണം. കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ കടലിലേക്ക് നോക്കൂ. അവിടെ വെള്ളത്തിന് മുകളിൽ കറുത്ത നിറത്തിൽ പൊന്തിക്കിടക്കുന്നു കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ വിചിത്രമായ മറ്റൊരു മീൻപിടുത്തം. വലിയ ലോറികളുടെയോ JCBകളുടെയോ ഒക്കെ ടയറിന്റെ ഉള്ളിലുള്ള വലിയ ട്യൂബുകളാണവ. അതിൽ നല്ലപോലെ കാറ്റ് നിറച്ച് അതിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ മീൻപിടുത്തം നടക്കുന്നത്. പുലിമുട്ടിന്റെ അടിഭാഗത്തുള്ള കരിങ്കല്ലുകൾക്കിടയിലെ വിടവുകളിലാണ് വലിയ കടൽ ഞണ്ടുകളും കല്ലുമ്മക്കായയും കരിമീൻ പോലുള്ള മീനുകളുമൊക്കെ ഒളിച്ചിരിക്കാറുള്ളത്. കരയിൽ നിന്ന് ചൂണ്ടയിട്ടാൽ ഇവയെ അത്ര എളുപ്പം കിട്ടില്ല. അതുകൊണ്ട് ഇവർ ഈ ട്യൂബിൽ പിടിച്ച് കല്ലുകൾക്കിടയിലേക്ക് നേരിട്ട് കൈയിട്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പുകൾ ഉപയോഗിച്ചോ തപ്പിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കയ്യിൽ പിടിച്ച ഞണ്ടുകളെയും മീനുകളെയും ഇടാൻ വേണ്ടിയുള്ള നെറ്റ് ബാഗും ഇവരുടെ കയ്യിൽ ഉണ്ട്. ഈ കല്ലുകൾക്കിടയിൽ കൈയിടുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് കൈമുറിയാൻ സാധ്യതയുണ്ട്. കൂടാതെ ഞണ്ടുകൾ കടിച്ചാൽ നല്ല പണി കിട്ടും. കടലിനടിയിലെ കല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന വലിയ കാളാഞ്ചി, നല്ല ചോര നിറമുള്ള ചെമ്പല്ലി, പിന്നെ കരിമീൻ, പാര തുടങ്ങിയ വില കൂടിയ മീനുകളാണ് സാധാരണയായി ഇവരുടെ ചൂണ്ടയിൽ കുടുങ്ങാറുള്ളത്. ഇപ്പോൾ നേരം സന്ധ്യയായി തുടങ്ങി. വള്ളങ്ങൾ നിരന്നു കിടക്കുന്നത് നമുക്ക് കാണാം. അങ്ങ് ദൂരെയായി ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മീൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയങ്ങളിൽ മീൻപിടുത്തക്കാർക്ക് വലിയ ആവേശമാണ്. ധാരാളം മീനുകൾ കിട്ടാറുണ്ട്. ഈ കൂട്ടുകാർക്ക് മീൻ കിട്ടിയത് കണ്ടോ? കുറേ അധികം മീനെ അവർ പിടിച്ചു. മീൻ കൊളുത്തിയാൽ മാത്രം പോരാ, കരിങ്കല്ലുകൾക്കിടയിൽ നൂലുടക്കി പൊട്ടിപ്പോകാതെ വളരെ തന്ത്രപൂർവ്വം അതിനെ വലിച്ച് മുകളിലെത്തിക്കണം. അതിന് നല്ല കൈക്കരുത്തും പരിചയസമ്പത്തും വേണം. ചില ദിവസങ്ങളിൽ വലിയ മീനുകളുമായി ഇവർ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടാതെ നിരാശയോടെ മടങ്ങും. എങ്കിലും പിറ്റേന്ന് വൈകുന്നേരമാകുമ്പോൾ ഇവർ വീണ്ടും ഇതേ ചൂണ്ടയുമായി ഈ പുലിമുട്ടിൽ ഹാജരുണ്ടാകും. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ചൂണ്ടക്കാരുടെ ഈ ഒരാവേശമാണ് ഈ പുലിമുട്ടിന്റെ യഥാർത്ഥ ജീവൻ. കൂട്ടുകാരെ, നമ്മൾ ഈ നടന്നു പോകുന്ന പുലിമുട്ടിന് ഒരുപാട് പഴയ കഥകൾ പറയാനുണ്ട്. പണ്ട് കോഴിക്കോട് ലോകപ്രശസ്തമായ ഒരു അന്താരാഷ്ട്ര തുറമുഖമായിരുന്ന കാലത്ത് വലിയ കപ്പലുകൾ കരയോടടുക്കാൻ കഴിയില്ലായിരുന്നു. കപ്പലുകൾ കടലിൽ ദൂരെ മാറിക്കിടക്കും. അവിടെ നിന്ന് ചെറിയ വള്ളങ്ങളിലാണ് ചരക്കുകൾ കരയിലെത്തിച്ചിരുന്നത്. ഇതിന് സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് ബീച്ചിൽ വലിയ ഇരുമ്പ് കടൽപ്പാലങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ കാലക്രമേണ ശക്തമായ കടൽക്ഷോഭവും തിരമാലകളും ഈ തീരപ്രദേശത്തെയും കടൽപ്പാലങ്ങളെയും തകർക്കാൻ തുടങ്ങി. അങ്ങനെ തീരത്തെയും റെയിൽവേ ലൈനുകളെയും സംരക്ഷിക്കാനും ശക്തമായ തിരമാലകളുടെ ആഘാതം കുറയ്ക്കാനുമുള്ള ഒരു തടയണയായിട്ടാണ് കടലിലേക്ക് കരിങ്കല്ലുകൾ നിരത്തി ഈ പുലിമുട്ട് നിർമ്മിക്കുന്നത്. പഴയ കടൽപ്പാലങ്ങളൊക്കെ ഇന്ന് തകർന്നു പോയെങ്കിലും ഈ പുലിമുട്ട് ഇന്നും തകരാതെ അവശേഷിക്കുന്നു. ഇന്നത് മത്സ്യത്തൊഴിലാളികൾക്കൊരു സുരക്ഷിത താവളവും നമ്മളെപ്പോലെയുള്ള സഞ്ചാരികൾക്ക് കടലിന് നടുവിലേക്ക് നടന്നുപോയി കാറ്റ് കൊള്ളാനുള്ള മനോഹരവുമായ ഒരിടമാണ്. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ കാഴ്ചകളുമായി വിചിത്ര സഞ്ചാരി വീണ്ടും വരും. അതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു യാത്രയുമായി കാണുന്നതുവരെ ബൈ ബൈ.